കഴിഞ്ഞ രാത്രികാല കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വചനം സ്വീകരിച്ച നിങ്ങളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് മാൻ ആൻഡ് ഹിസ് ഇന്നർ സ്ട്രക്ചർ, മനുഷ്യനും അവൻ്റെ ആന്തരിക ഘടനയും. ആന്തരിക ഘടനയിലെ പ്രാണനിൽ അടങ്ങിയിരിക്കുന്ന മനസ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രാണനിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് അടുത്ത മേഖലയിലേക്ക് പോകുവാൻ കഴിയും. പ്രാണനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും: മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. അതിൽ വികാരങ്ങളെ കുറിച്ചുകൂടെ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. നമ്മുടെ പ്രാണനിൽ ഇമോഷൻസ് ഉണ്ട്. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: ആത്മാവ്, പ്രാണൻ, ശരീരം. ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യം പ്രാണനിൽ നിന്ന് ലഭിക്കുന്ന ജീവനാകുന്നു. ആ ജീവനാകുന്നു നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. ശരീരത്തിന് പ്രാണൻ കൂടാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. ആ പ്രാണനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നു വികാരങ്ങൾ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് നമുക്ക് വികാരങ്ങൾ ലഭിച്ചത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ ദൈവം ഓരോ ദിവസവും പറയുന്നൊരു കാര്യമാണ് നല്ലത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ നല്ലത് എന്ന് ദൈവം കണ്ടു. അത് ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രദർശനമാകുന്നു. അതിനാൽ ദൈവത്തിന് വികാരമുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകും. അത് ഇമോഷനെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകുമെന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ അത് ഇമോഷനെ കാണിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യനും വികാരങ്ങളുണ്ട്. ആദാം ഏദൻ തോട്ടത്തിലായിരുന്ന സന്ദർഭത്തിൽ നല്ല വികാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷമായിട്ട് നിഷേധാർത്ഥകമാകുന്ന വികാരങ്ങൾ മനുഷ്യനിൽ പ്രവേശിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ഉള്ളിൽ നിഷേധാർത്ഥകമാകുന്ന അല്ലെങ്കിൽ അൺഹെൽത്തിയാകുന്ന വികാരങ്ങൾ മനുഷ്യനിൽ പ്രവേശിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. 10-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട്, ആദാം പറയുകയാണ്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഭയപ്പെട്ട് ഒളിച്ചു. അദ്ദേഹത്തിന് എങ്ങനെ ഭയം വന്നത്? ഭയം എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വികാരമാണ്, ഒരു നിഷേധാർത്ഥകമാകുന്ന വികാരമാണ്. അതോടെ വെളിപ്പെടുകയാണ്. ഭയപ്പെട്ടു. മനുഷ്യനിൽ ആദ്യമായിട്ട് വെളിപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ് ഭയമെന്ന് പറയുന്നത്. ഇവിടെ 3 നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഭയം അവിടെ വെളിപ്പെടുകയുണ്ടായി. രണ്ടാമതായിട്ട് രഹസ്യങ്ങൾ. അവിടെ ഇദ്ദേഹം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. ഒളിച്ചു എന്ന് പറയുന്നത് കൊണ്ട്. 3-ാമത് ലജ്ജ, നഗ്നനാകൊണ്ട്. ഇദ്ദേഹം നേരത്തെ നഗ്നനായിരുന്നു. അദ്ദേഹം തേജസ്സിനാൽ മൂടപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് ലജ്ജയുണ്ടായി. അങ്ങനെ 3 കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആദ്യമായി മനുഷ്യനിൽ നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുക. 1 ഭയം, 2 ലജ്ജ, 3 രഹസ്യങ്ങൾ. ഇത് 3ഉം ഇന്ന് നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അന്നു മുതൽ മനുഷ്യ സംവിധാനത്തിൽ വികാരങ്ങളിൽ നിഷേധാർത്ഥകമാകുന്ന വികാരങ്ങളും നല്ല വികാരങ്ങളും ഒക്കെ മനുഷ്യന്റെ വികാരങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മനുഷ്യനിലുള്ള വികാരങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വികാരങ്ങളാണ് സന്തോഷം, സ്നേഹം, ദുഃഖം, വെറുപ്പ്, കോപം, ഭയം, ലജ്ജ, ഉല്ലാസം, പരമാനന്ദം. ഇതെല്ലാം മനുഷ്യനിലുള്ള വ്യത്യസ്തമാകുന്ന വികാരങ്ങളാകുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, മനുഷ്യനിലുള്ള വ്യത്യസ്തമാകുന്ന വികാരങ്ങൾ സന്തോഷം, സ്നേഹം, ദുഃഖം, വെറുപ്പ്, കോപം, ഭയം, ലജ്ജ, ഉല്ലാസം, പരമാനന്ദം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ജോയ്, ലവ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്, ആംഗർ, ഫിയർ, ഷെയിം, യുഫേറിയ, എക്സ്റ്റസി. ഇങ്ങനെ വ്യത്യസ്തമാകുന്ന വികാരങ്ങൾ മനുഷ്യനിൽ ഉണ്ട്.
ഇതിൽ തന്നെ ദുഃഖം എടുക്കുകയാണെങ്കിൽ ആന്തരിക മുറിവുകൾ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും, വേദനകൾ വരുന്നു. ആ വേദനകൾ വരുമ്പോൾ നാം അവയെ കുഴിച്ചു മൂടുന്നു. നമ്മുടെ പ്രാണനിൽ തന്നെ നമ്മൾ അതിനെ കുഴിച്ചു മൂടുകയാണ്. അതിനെ ബഹിഷ്കരിക്കാൻ പലപ്പോഴും നമുക്ക് അറിയത്തില്ല. നമ്മളപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, സമയം സൗഖ്യമാക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. സമയം ഒരിക്കലും സൗഖ്യമാക്കത്തില്ല. അകത്തു ദുഃഖമുണ്ടെങ്കിൽ, അകത്തു വേദന നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ സമയം ഒരിക്കലും സൗഖ്യമാക്കത്തില്ല. ആ വേദന അവിടെ കിടന്നുകൊണ്ട്, ആ ദുഃഖം അവിടെ കിടന്നുകൊണ്ട് ദീർഘനാളുകൾ കഴിയുന്നതിന് മുന്നമേ അതിൻ്റെ തിന്മകൾ ശരീരത്തിൽ വെളിപ്പെടും. ആ വേദനയുടെ ഫലങ്ങൾ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ അത് രോഗങ്ങളായിട്ടാണ് വെളിപ്പെടുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 85% രോഗങ്ങളും സൈക്കോസോമാറ്റിക് രോഗങ്ങളാണ്. പ്രാണനിൽ നിന്ന് ആരംഭിക്കുന്ന രോഗങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിലല്ല രോഗം ആരംഭിക്കുന്നത്. മനസ്സിലെന്തോ മുറിവുണ്ടായി, മനസ്സിലെന്തോ ദുഃഖമുണ്ടായി, മനസ്സിലെന്തോ വേദനയുണ്ടായി, അവിടെ നിന്നാണ് ആ രോഗങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ ഈ ദുഃഖം വരുമ്പോൾ നമുക്ക് ആ ദുഃഖത്തെ വഹിക്കാനുള്ളൊരു സംവിധാനം നമ്മിൽ തന്നെ ഉണ്ട്. നമ്മൾ അതിനെ ബഹിഷ്കരിച്ച് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ ദുഃഖത്തെ വഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ദുഃഖം വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ, വേദന വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിന് വഹിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക ഘട്ടം വരെ അതിന് വഹിക്കാൻ കഴിയത്തുള്ളൂ. അതിൽ കൂടുതൽ ദുഃഖവും വേദനയും വന്നു കഴിഞ്ഞാൽ വൈകാരിക തകർച്ച ഉണ്ടാകും, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും, അല്ലെങ്കിൽ മാനസിക തകർച്ച ഉണ്ടാകും, മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. എല്ലാം ഒന്ന് തന്നെയാണ്. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, മെന്റൽ ബ്രേക്ക് ഡൗൺ, നെർവസ് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയുന്ന തകർച്ച, മാനസിക തകർച്ച സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ദുഃഖം വളരെ വർദ്ധിക്കുകയാണെങ്കിൽ, വേദന വളരെ വർദ്ധിക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് മാനസിക തകർച്ച ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ദുഃഖത്തെയും വേദനകളെയും ബഹിഷ്കരിക്കുവാൻ വേണ്ടി പഠിക്കണം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബഹിഷ്കരിക്കാൻ അറിയത്തില്ല. ആരെങ്കിലും അവരെ തിരസ്കരിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ ആ ദുഃഖമെല്ലാം സ്വീകരിക്കും. ആ ദുഃഖം ബഹിഷ്കരിക്കുകയില്ല. ദുഃഖം ബഹിഷ്കരിക്കുവാനുള്ള, പുറത്തു കളയുവാൻ വേണ്ടിയുള്ള സംവിധാനമാണ് കണ്ണുനീരെന്ന് പറയുന്നത്. കരച്ചിലിലൂടെ നമുക്ക് ദുഃഖത്തെ പുറത്തു കളയുവാൻ കഴിയും. മറ്റൊന്ന്, നമുക്ക് ദുഃഖത്തെ പുറത്തു കളയുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പങ്കുവയ്ക്കൽ, ഷെയറിങ്. മറ്റൊരാളോട് നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്ക് ആ ദുഃഖത്തെ പുറത്തു കളയുവാൻ കഴിയും. എന്നാൽ ചിലരുണ്ട്, ആരോടും പങ്കുവയ്ക്കുകയുമില്ല, മറ്റാരോടും പറയുകയുമില്ല, കരയുകയുമില്ല, തിരസ്കരിച്ചു, ആരെങ്കിലും അടിച്ചു, ആരെങ്കിലും ഉപദ്രവിച്ചു, ആ വേദന മുഴുവൻ ഉള്ളിൽ ഒതുക്കുന്നവരുണ്ട്. അവരാണ് ഗുരുതരമാകുന്ന പ്രതിസന്ധിയെ നേരിടുന്നത്. ഉള്ളിൽ ഒതുക്കുന്നവർ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉള്ളിൽ ഒതുക്കുന്നവരാകുന്നുവെങ്കിൽ ഇന്ന് അതിന് മാറ്റം വരണം. ഹന്നയെ നോക്ക്. ഹന്ന എന്താ ചെയ്തത്? ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പെനീനെ തന്നെ ഉപദ്രവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള തൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ, തൻ്റെ വേദനകൾ മുഴുവൻ ദൈവത്തോട് പങ്കുവയ്ക്കുന്നതിലൂടെ, ഷെയറിങ്ങിലൂടെ തൻ്റെ ദുഃഖങ്ങളെ ശൂന്യമാക്കുകയാണ്, ബഹിഷ്കരിക്കുകയാണ്, എംറ്റി ആക്കുകയാണ്. അപ്പം പ്രാണനെ ആ നിലയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പ്രാണനെ രക്ഷിക്കുകയാണ്. വളരെ വിശ്വസ്തരാകുന്ന ഒരു വ്യക്തിയെ, വളരെ മറ്റാരോടും രഹസ്യങ്ങൾ പങ്കുവയ്ക്കാത്ത ഒരു വ്യക്തി, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ട്. എല്ലാവർക്കും അങ്ങനെയുള്ള സ്വഭാവമില്ല. നമ്മളൊരു കാര്യം പറയുന്ന കാര്യം 10 പേരോട് വിളിച്ചു പറയുന്നവരാണെങ്കിൽ ഒരിക്കലും അവരോട് നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും പറയരുത്. അത് അവരുടെ പ്രകൃതമാണ്. അവർക്കൊന്നും അത് തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. അത് ചിലർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയും. ഞങ്ങളിപ്പോൾ ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ വ്യക്തിപരമാകുന്ന കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരാൾ ഞങ്ങളോട് പറയുന്ന കാര്യം ലോകത്തിൽ വേറെ ആരോടും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ പോലും അത് പിന്നെ ആവർത്തിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ പറഞ്ഞതിൻ്റെ പേരിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിലയിരുത്തത്തില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു കൃപ ലഭിച്ചവരുണ്ട്, ആ ഒരു ഗിഫ്റ്റിംഗ് ഉള്ളവരുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ കഴിയും. അല്ലെങ്കിൽ കർത്താവിനോട് വേദനകൾ പങ്കുവയ്ക്കണം. യേശുവിനോട് സകല വേദനകളും പങ്കുവെച്ച് ഇത് അകത്തൊതുക്കരുത്. അകത്തിത് ഒതുങ്ങുകയാണെങ്കിൽ, അകത്തിത് തുടരുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് മനസ്സിനും കേടുകൾ സംഭവിക്കും. അതാണ് വൈകാരിക തകർച്ച, അല്ലെങ്കിൽ മാനസിക തകർച്ച ഉണ്ടാകും. പിന്നീട് അത് ശാരീരിക
രോഗവും വരുത്തുവാൻ സാധ്യതയുണ്ട്. ഇമോഷനിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വ്യത്യസ്തമാകുന്ന ഇമോഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ദുഃഖമുണ്ട്, വെറുപ്പുണ്ട്, കോപമുണ്ട്, ഭയമുണ്ട്. ഇപ്പൊ നമുക്ക് കോപവും ഭയവും ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കോപവും ഭയവും ഒക്കെ ഉണ്ട്, വെറുപ്പും ഒക്കെ ഉണ്ട്. അതിനെ നമുക്ക് സന്തോഷത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. പ്രധാന വികാരം, തലപ്പത്തിരിക്കേണ്ട വികാരം എന്ന് പറയുന്നത് സന്തോഷമാണ്. ഒരിക്കലും വെറുപ്പ് കയറി തലപ്പത്തിരിക്കരുത്. ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്നിന് താഴെ അടുത്ത അങ്ങനെ തട്ടുകളായിട്ട് ഈ വികാരങ്ങളായിരിക്കുന്നു എന്നങ്ങ് ചിന്തിക്കുക, അങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ വരേണ്ട വികാരം ഏതാകുന്നു? സന്തോഷം. സന്തോഷം മാസ്റ്റർ ഇമോഷൻ ആകണം. വികാരങ്ങളിൽ സന്തോഷം എന്ന് പറയുന്നത് പ്രധാന വികാരമായി തീരണം. സകല മറ്റു വികാരങ്ങളും സന്തോഷത്തിന്റെ അധികാരത്തിന്റെ കീഴിലായിരിക്കണം. പകരം ചില വ്യക്തികളിൽ വെറുപ്പ് കയറി തലപ്പത്തിരിക്കുമ്പോൾ അവരുടെ വൈകാരിക മേഖലയ്ക്ക് കേട് സംഭവിക്കുകയാണ്. മറ്റു ചിലരിൽ ഭയം കയറി തലപ്പത്തിരിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ഭയം അവരിൽ നിന്ന് പുറപ്പെടും. അത് മാനസികമായിട്ടുള്ള കേട് വരുത്തുന്നതാണ്. മറ്റു ചിലരിൽ കോപം കയറി തലപ്പത്തിരിക്കുകയാണെങ്കിൽ അത് മുഖാന്തരം വലിയ കേടുകൾ സംഭവിക്കും. വികാരങ്ങളുടെ തലപ്പത്ത് സന്തോഷമായിരിക്കണം. ബാക്കി എല്ലാ വികാരങ്ങളെയും ഈ സന്തോഷത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് കോപത്തെയും ഭയത്തെയും എല്ലാം സന്തോഷത്തിന്റെ നിയന്ത്രണത്തിലാക്കി അതിനെ കീഴ്പ്പെടുത്തണം. അതിനെയൊന്നും പുറപ്പെടുവിക്കുവാൻ തയ്യാറാകാത്ത നിലവാരത്തിലേക്ക് നമ്മൾ വളർച്ച പ്രാപിക്കണം. പക്വതയിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. മെച്യൂരിറ്റിയിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. സന്തോഷമായിരിക്കണം പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കേണ്ട വികാരം. സന്തോഷം ഒരാളിൽ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അപ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന അതിൻ്റെ ഫലമായിട്ടാണ് ആളുകൾ നിരാശയിലേക്ക് പോകുന്നത്. നമ്മുടെ തലച്ചോറിൽ തന്നെ സന്തോഷവുമായി ബന്ധപ്പെട്ട് സന്തോഷമുള്ള വ്യക്തികളായി നമ്മൾ ഇരിക്കുവാൻ തക്കവണ്ണമായിട്ട് അതിനുള്ള ഹോർമോൺസ് നമ്മുടെ തലച്ചോറ് തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. വ്യത്യസ്തമാകുന്ന ഹോർമോൺസുകളുണ്ട്. ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ഇതെല്ലാം സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഹോർമോൺസ് ആണ്. എന്നാൽ പലരുടെയും ജീവിതത്തിൽ ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അവര് പൊതുവിൽ ഒരു നിരാശ ഉള്ള വ്യക്തികളായിട്ട് ജീവിക്കുകയാണ്. മറ്റേതെങ്കിലും വികാരം കയറി തലപ്പത്തിരിക്കുകയാണ്. എന്നാൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പൗലോസിന്റെ ജീവിത ശൈലിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു പൗലോസ് ജീവിച്ചത്? സന്തോഷമുള്ള വ്യക്തിയായിട്ടാണ് ജീവിച്ചത്. എപ്പോഴും സന്തോഷിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പണമുള്ളത് കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുന്നത് കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്. എന്തിനാണ് സന്തോഷിക്കേണ്ടത്? കർത്താവിലാണ് സന്തോഷിക്കേണ്ടത്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയാണെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ഭർത്താവിന് എന്നെ ഇഷ്ടമല്ലെങ്കിലും വീട്ടിൽ ആവശ്യത്തിനുള്ള പണം ഇല്ലെങ്കിലും കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കും. സാഹചര്യങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ കവർന്നു കൊണ്ടുപോകുകയില്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഞാൻ പിന്നെയും പറയുന്നു. ആവർത്തിച്ച് ഈ വാക്യം നമുക്ക് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ മറ്റു ലേഖനങ്ങളിലും അപ്പോസ്തലനാകുന്ന പൗലോസ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഈ അപ്പോസ്തലന്മാർക്ക് പീഡനമൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അവരുടെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ അവരെ വരുത്തി അടിക്കുകയുണ്ടായി. 5-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. 41-ാം വാക്യം ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 5:41, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ
അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അടി കിട്ടുമ്പോൾ സന്തോഷിക്കാൻ കഴിയും. ഇതാണ് ബൈബിൾ പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ സന്തോഷിക്കുവാൻ തയ്യാറാകണം. നഷ്ടം വരുമ്പോൾ സന്തോഷിക്കണം. നഷ്ടം വന്നതുകൊണ്ടല്ല, നഷ്ടം വന്നാലും ഞാൻ സന്തോഷിക്കും. അടി കിട്ടിയത് കൊണ്ടല്ല, അടി കിട്ടിയാലും ഞാൻ സന്തോഷിക്കും. എന്നെ ചിലർ തിരസ്കരിച്ചത് കൊണ്ടല്ല, തിരസ്കരിച്ചാലും ഞാൻ സന്തോഷിക്കും. കാരണം എൻ്റെ മാസ്റ്റർ ഇമോഷൻ സന്തോഷമാണ്. പകയോ വെറുപ്പോ ഒന്നും ഞാൻ പുറപ്പെടുവിക്കുകയില്ല. കോപമോ ഭയമോ ഞാൻ പുറപ്പെടുവിക്കുകയില്ല. ഞാൻ സന്തോഷിക്കും. അടി കിട്ടിയവർ സന്തോഷിക്കുകയാണ്. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ദൈവം സൃഷ്ടിക്കുമ്പോൾ കരയാനുള്ള കഴിവല്ല മനുഷ്യന് കൊടുക്കുന്നത്, ചിരിക്കാനുള്ള കഴിവ്, പ്രധാനമായിട്ടും ചിരിക്കുവാനുള്ള കഴിവാണ് ദൈവത്തിൽ നിന്ന് സൃഷ്ടിയുടെ ഭാഗമായിട്ട് മനുഷ്യന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ കരയുന്നുണ്ട്. എന്നാൽ ആ സൃഷ്ടിപ്പ്, തലച്ചോറുമായിട്ടുള്ള ബന്ധത്തിൽ, സൃഷ്ടിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞ് ആദ്യമായിട്ട് ചിരിക്കുന്നത് 1.5 മാസം കഴിയുമ്പോഴാണ് ചിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ടത് ശാസ്ത്രീയമായി പഠിക്കുകയാണെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ കുഞ്ഞ് ചിരിക്കുവാൻ ആദ്യത്തെ ഫസ്റ്റ് സ്മൈൽ, ആദ്യത്തെ പുഞ്ചിരി, ആ പുഞ്ചിരിയോടുകൂടെ അതിൽ സന്തോഷ കേന്ദ്രം ആരംഭിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണത്. അവിടെ മുതൽ ഈ 1 വർഷത്തോളം ആ സന്തോഷ കേന്ദ്രത്തിന്റെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, ഒരു വളർച്ച സംഭവിക്കുന്നുണ്ട്. അങ്ങനെ 1 വർഷം കഴിയുമ്പോൾ ഈ കുഞ്ഞ് ഒരു ടെക്നിക്ക് പഠിക്കും, ഒരു പ്രത്യേകമാകുന്ന കാര്യം പഠിക്കും. ദുഃഖകരമാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ, അതിന് റിട്ടേൺ ടു ജോയ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമുക്കുണ്ട്, നമ്മുടെ സംവിധാനത്തിലുണ്ട്. ഏത് ദുഃഖം വന്നാലും, ഏത് സങ്കടം വന്നാലും തിരിച്ച് സന്തോഷത്തിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ദൈവം നമ്മുടെ തലച്ചോറിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അമ്മമാരല്ലേ, കുഞ്ഞാദ്യമായിട്ട് പുഞ്ചിരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ആ പുഞ്ചിരിക്ക് ശേഷമായിട്ട് സന്തോഷ കേന്ദ്രത്തിന് വളർച്ചയുണ്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടി കരയും. കരഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചിരിക്കും. അത് റിട്ടേൺ ടു ജോയ് ആണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംവിധാനമാണ്. എന്തൊക്കെ തകർച്ച വന്നാലും വീണ്ടും സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു സംവിധാനം ദൈവം നമ്മിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പലരും കുറച്ചു കാലം കഴിയുമ്പോൾ ആവർത്തിച്ച് സങ്കടം വന്നതിന് ശേഷമായിട്ട് അവർക്ക് തിരിച്ചു സന്തോഷത്തിലേക്ക് വരാൻ കഴിയാത്ത നിലയിൽ അവർ സങ്കടത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പോകും. അതോടുകൂടി അവരുടെ മനസ്സ് കേടുള്ള മനസ്സായി തീരുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ഏതൊക്കെ തകർച്ച വന്നാലും, എന്തൊക്കെ നമ്മുടെ ദുഃഖങ്ങളോ വേദനകളോ കോപമോ എല്ലാം വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് തിരിച്ച് സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാനുള്ളൊരു സംവിധാനം ദൈവം തന്നെ നമ്മിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. റിട്ടേൺ ടു ജോയ് എന്ന് പറയും. എന്നാൽ ചിലര് ആവർത്തിച്ച് ദുഃഖം ജീവിതത്തിൽ സംഭവിച്ച് സങ്കടം വന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം വന്നു, അത് മുഖാന്തരമായിട്ട് തിരികെ അവർക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയാതെ വരുന്നു. അങ്ങനെ ചിലർ ഡിപ്രഷനിലായിത്തീരുകയാണ്. ചിലർക്ക് വേറെന്തെങ്കിലും ഒരു മാനസിക രോഗത്തിലേക്ക് അവർ പോവുകയാണ്. അവരുടെ മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടു പോവുകയാണ്. പകരം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്ന് മനസ്സിലാക്കുക, എനിക്ക് എൻ്റെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. പ്രായം എത്ര വർദ്ധിക്കുന്നുവോ നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രായം കൂടുന്തോറും നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്ന നിലവാരത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനഃപൂർവമായിട്ട് അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ വികാര മേഖലകളിൽ കേടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ സൗഖ്യമാക്കുക. കൂടെ സന്തോഷമുള്ള ചിന്തകൾ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് സന്തോഷിക്കുവാൻ തയ്യാറാകുക. കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുക. അന്യോന്യം സന്തോഷം ജനിപ്പിക്കുന്ന, സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക. ആ നിലയിൽ നിങ്ങളുടെ സന്തോഷത്തെ ദിനംതോറും നിലനിർത്തുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവരാജ്യത്തിന്റെ നിർവചനം തന്നെ നമുക്കറിയാമല്ലോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവ് അവിടുത്തെ സന്തോഷം നമുക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്.
ആ സന്തോഷം നമ്മുടെ വികാര കേന്ദ്രത്തെ സൗഖ്യമാക്കുന്നതാണ്. നിങ്ങളുടെ വികാര കേന്ദ്രത്തിന് കേടുവന്നിട്ടുണ്ടെങ്കിൽ, വൈകാരികമായിട്ടുള്ള ഒരു തകർച്ചയിലാണ് ആയിരിക്കുന്നത് എങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ സന്തോഷം മടങ്ങി വരട്ടെ. വികാര മേഖലകളിൽ വന്നിരിക്കുന്ന കേടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ആ മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിത്വത്തിന്റെ ഒരു ഘടനയെ കുറിച്ച് ഏകദേശമാകുന്ന ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആത്മാവ്, ശരീരം, പ്രാണൻ, ഈ 3 ഘടകങ്ങൾ ഉള്ളവനാകുന്നു മനുഷ്യൻ. അതിൽ പ്രാണനിൽ 3 കാര്യങ്ങളുണ്ട്: മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. അതിൽ മനസ്സിനെ കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇനി മനുഷ്യൻ അനുഭവിക്കുന്ന ആന്തരിക മുറിവുകൾ മുഖാന്തരം ഉണ്ടാകുന്ന മാനസികമാകുന്ന കേടുകൾ, അതിൽ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ പരാമർശിച്ചല്ലോ, വികാരങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. വികാരങ്ങളിൽ സന്തോഷമാണ് തലപ്പത്തിരിക്കേണ്ടത്. എന്നാൽ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാനസിക രോഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ വിഷാദ രോഗം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് നിരാശ എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. ഡിപ്രഷൻ. 119 സങ്കീർത്തനം, 119 സങ്കീർത്തനം അതിന്റെ 28 വാക്യം: എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 61 അധ്യായം, 61 അധ്യായത്തിൽ പോകുമ്പോൾ അതിന്റെ 3 വാക്യത്തിൽ: സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം, അതാണ് വിഷണ്ണ മനസ്സ്, അതിനെ ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്നാണ്. ഇതാ നിരാശ, വിഷാദം. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷണ്ണ മനസ്സ്, അത് അതിന്റെ ഒറിജിനലിൽ അത് വിഷാദ രോഗമാണ്, ഡിപ്രഷനാണ്. വിഷണ്ണ മനസ്സിന് പകരം ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഡിപ്രഷന്റെ പിന്നിലും ഒരു ദുരാത്മാവുണ്ട്. ഇന്ന് ലോകവ്യാപകമായിട്ടുള്ള പ്രധാന മാനസിക രോഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ്, അതിൽ പ്രധാനപ്പെട്ടതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് വ്യാകുലത, ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരുടെ എണ്ണമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഉള്ളത്. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഏറ്റവും അധികം വിഷാദ രോഗികളാണ്, അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു മാനസിക രോഗമാണ് വിഷാദ രോഗം എന്ന് പറയുന്നത്. വിഷണ്ണത, വ്യസനകരമായ, മനസ്സിന് വാട്ടം തട്ടിയ മ്ലാനത, ഇതൊക്കെ വിഷാദ രോഗത്തിന്റെ പദങ്ങളാണ്. വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാൻ കഴിയുന്ന പദങ്ങളാണ്. മ്ലാനതയുള്ളവരായിട്ട് ചിലരായിരിക്കുന്നു, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ചിലരായിരിക്കുന്നു, ആശയറ്റ അവസ്ഥയിൽ ചിലരായിരിക്കുന്നു. അവരിൽ സന്തോഷം സാധാരണമല്ല, സന്തോഷം അവരിൽ പ്രകടമാകുന്നില്ല. ഒരു വ്യസനകരമാകുന്ന നിലവാരത്തിലാണ് അങ്ങനെയുള്ളവർ ജീവിക്കുന്നത്. അത് മുഖാന്തരമായിട്ട് ചിലർക്ക് കൂടെ ദീർഘശ്വാസം എടുക്കേണ്ടതായിട്ട് വരുന്നു. നിരാശയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് കൂടെ ചിന്തിച്ചിരുന്നതിന് ശേഷമായിട്ട് ഇങ്ങനെ ദീർഘമാകുന്ന ശ്വാസം എടുക്കുന്നു, ദീർഘശ്വാസം എടുക്കുന്നു. ഇവിടെ വിഷാദ രോഗത്തിന്റെ ചില അടയാളങ്ങൾ പറയുകയാണ് എങ്കിൽ ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നുവോ? നിങ്ങൾക്ക് ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. 2, നിങ്ങൾ ഭൂരിപക്ഷം സമയവും അല്ലെങ്കിൽ കൂടുതൽ സമയവും നിങ്ങൾ ദുഃഖമുള്ളവരായിരിക്കുന്നു. 3, നിങ്ങളുടെ ഭക്ഷണ രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായി ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരുന്നു. അടുത്തത് ഉറക്കമില്ലായ്മ. ചിലരെ സംബന്ധിച്ചിടത്തോളം വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണ്, ഉറക്കമില്ലായ്മ. മറ്റു ചിലര് കൂടുതൽ ഉറങ്ങുന്നു.
10-12 മണിക്കൂർ കിടന്നുറങ്ങുകയാണ്. അതോടൊന്നിച്ച് തന്നെ മറ്റൊരു അടയാളമാണ് മിക്ക സമയത്തും അല്ലാത്തൊരു ക്ഷീണം, ഒരു ഊർജ്ജസ്വലത അനുഭവിക്കുവാൻ കഴിയുന്നില്ല. വേറൊന്നാണ്, അവർക്ക് തന്നെ അവരെ കുറഞ്ഞവരായിട്ട് തോന്നുകയാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല, അവരവരെ തന്നെ കുറഞ്ഞവരായി കാണുന്നു. മറ്റൊരു അടയാളമാണ് ഹോപ്പ്ലെസ്നെസ്. മുന്നോട്ട് നോക്കുമ്പോൾ ആശിക്കാനൊന്നുമില്ല, ഒരാശയറ്റ അനുഭവം ഉണ്ടാകുന്നു. വേറൊന്നാണ് വല്ലാത്ത കുറ്റബോധം. ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാത്ത കുറ്റബോധമുണ്ടാകുന്നു. വേറൊരു അടയാളമാണ് ഏകാഗ്രതയില്ല, കോൺസെൻട്രേഷൻ ഇല്ല. ഒരു കാര്യത്തിലും അവർക്ക് ഏകാഗ്രതയുള്ളവരാകുവാൻ കഴിയുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് മരിക്കണമെന്നുള്ള ചിന്ത. ദൈവമക്കളാണല്ലോ, ദൈവമക്കൾ ഇങ്ങനെ ചിന്തിക്കും, കർത്താവേ എന്നെ അങ്ങ് വിളിക്കണേ, ഞാനിനി ഇവിടെ താമസിച്ചിട്ട് ഇവിടെ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? മരിക്കണമെന്നുള്ള ചിന്ത കൂടെ കൂടെ വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള അടയാളങ്ങളിൽ ഒരു 3-4 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെറിയ നിലയിൽ ഡിപ്രഷൻ ഉണ്ട്. അതിനെ പരിഹരിക്കണം. ഒരിക്കലും അഭിഷേകമുള്ളവർ ഡിപ്രസ്ഡ് ആയിട്ട് ജീവിക്കരുത്. 3 തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ട്, 3 ലെവൽസിലുള്ള ഡിപ്രഷൻ ഉണ്ട്. വളരെ ചെറിയ അളവിലുള്ള മൈൽഡ് ആയിട്ടുള്ളത്, അതാണ് ഡിസ്കറേജ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ദീർഘശ്വാസം കൂടെ കൂടെ ദീർഘശ്വാസമൊക്കെ എടുക്കുന്ന ആ ആരംഭ ഘട്ടമാണ്. അതിന് ഡിസ്കറേജ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മൈൽഡ് ആയിട്ടുള്ള ചെറിയ അളവിലുള്ള ഡിപ്രഷനാണ്. എന്നാൽ അത് കുറച്ചുകൂടെ കൂടുതലാകുകയാണെങ്കിൽ, സീരിയസ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിസ്പോണ്ടൻസി എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഉറക്കമില്ലായ്മ വല്ലാതെ വരുന്നത്, അല്ലെങ്കിൽ ഭക്ഷണ രീതിക്കൊക്കെ മാറ്റം വരുന്നത്. അത് സീരിയസ് ആണ്. ഇനി 3ാമത്തെ ലെവലുണ്ട്, സെവിയർ ആയിട്ടുള്ള ഡിസ്പെയർ. 3ാമത്തെ ലെവൽ സെവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ ആളിന് മരിക്കാൻ തോന്നും, വല്ലാതെ മരണചിന്ത വരും. അത് ലോകക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പോയി സൂയിസൈഡ് ചെയ്യും. ദൈവമക്കളാണെന്നുണ്ടെങ്കിൽ ഏലിയാവിനെ പോലെ അവർ പറയും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി അങ്ങ് മരിച്ചേക്കാമെന്ന് ഒരു മരണചിന്ത അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് കംപ്ലീറ്റ് ലോസ് ഓർ ആബ്സെൻസ് ഓഫ് ഹോപ്പാണ്. ആശ എന്ന് പറയുന്നതേ ഇല്ല. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാനില്ല. 3 നിലവാരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ട്. 1 മൈൽഡ് ആയിട്ടുള്ളത്, അതിന് ഡിസ്കറേജ്മെന്റ് എന്ന് പറയുന്നു. 2 സീരിയസ് ആയിട്ടുള്ളത്, അതിന് ഡിസ്പോണ്ടൻസി എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ ഉറക്കമില്ലായ്മ വരുന്നത്. ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണക്രമത്തിലൊക്കെ മാറ്റം വരും, ചിലർക്ക് ഓവർ വെയിറ്റ് ആകും. 3ാമതുള്ളതാണ് സെവിയർ ആയിട്ടുള്ളത്. അവിടെയാണ് മരണചിന്ത വരുന്നത്, സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാകുന്നത്, മരണചിന്ത വരുന്നത്. ഇനിയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ, സ്ത്രീകളാണ് കൂടുതൽ മാനസികമാകുന്ന സംഘർഷം അനുഭവിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരഘടന വ്യത്യസ്തമാണ്. പുരുഷന്മാരിൽ നിന്ന് ശരീരഘടന വ്യത്യസ്തമാണ്. 10 ഡിപ്രസ് രോഗികളെ എടുക്കുകയാണെങ്കിൽ 7 പേരും സ്ത്രീകളാണ്. അപ്പം ഡിപ്രഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ 70% ഡിപ്രഷൻ ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിൽ 30% ഡിപ്രഷൻ ഉണ്ടാകുന്നുള്ളൂ. 10 പേരിൽ 7 സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ്? അത് അവരുടെ ശരീരഘടനയാണ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി പീരീഡ്സ് ഉണ്ട്. മന്ത്ലി പീരീഡ്സ് വരുമ്പോൾ തന്നെ ടെമ്പററി ഡിപ്രഷൻ ഉണ്ടാകും. ആ മന്ത്ലി പീരീഡ്സിന്റെ സമയത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് താൽക്കാലികമായിട്ടൊരു നിരാശ ഉണ്ടാകും. ഭർത്താക്കന്മാർക്ക് ഇതൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവര് തെറ്റിദ്ധരിക്കട, ഇത് കൂടെ കൂടെ ഈ ഭാര്യയ്ക്ക് ഒരു മൂഡ് ഓഫ് ആണല്ലോ. അപ്പൊ അവരെ ഈ മേഖലയിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഭാര്യമാർക്ക് ഒരു മാസത്തിൽ തന്നെ മന്ത്ലി പീരീഡ്സിന്റെ സമയത്ത് അവർക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നതിനാൽ, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിനാൽ അത് മുഖാന്തരമായിട്ട് സ്ലൈറ്റ് ആയിട്ടുള്ള ടെമ്പററി ആണ്. 6 ദിവസം കഴിയുമ്പോൾ പിന്നെ അങ്ങ് വീണ്ടും അങ്ങ് സന്തോഷം സജീവമാകും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രഗ്നൻസി. ഈ കൺസപ്ഷൻ വരുമ്പോഴത്തേനും ഒരുപാട് ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഹോർമോൺസും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രഗ്നൻസി സമയത്ത്, ആ സമയത്ത് തന്നെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഞാനത് പരാമർശിച്ചതാണ്.
ഇനിയും പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമുള്ള ആ സമയത്തുണ്ടാകുന്നതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ദൈവങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് പ്രാപിച്ചതിന് ശേഷം ആരാധിച്ച് വിടുതലേറ്റെടുക്കും. പ്രഗ്നൻസി സമയത്ത് ഡിപ്രഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് ഭോവിശാച എന്ന് പറയണം. ഈ വൈദ്യശാസ്ത്രം പറയുന്നത് പ്രസവാനന്തര ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നാണ് അതിന് പേര് പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അത് വൈദ്യശാസ്ത്രം പറയുന്നത് ശാരീരിക ഘടനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അവിടെ പോലും ഭൂതമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുള്ള ഒരു സഹോദരിയിൽ നിന്ന് ഭൂതം പുറത്തുപോയി. അവര് ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു. പ്രസവം കഴിഞ്ഞതിന് ശേഷം ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കിണറ്റിലെടുത്തിയാടുകയുണ്ടായി. എന്നാൽ അത്ഭുതകരമായ ആ ഭൂതം വിട്ടുപോയതോടുകൂടെ അവർക്ക് ഉറക്കം മടങ്ങി വന്നു. മരുന്നുകൂടാതെ സാധാരണ നിലയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്തു. എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ, ചില അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ പിന്നിൽ ഒരു ദുരാത്മാവ് ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കണം. നിങ്ങൾക്ക് വചനമെല്ലാം അറിയാം, സന്തോഷിക്കാൻ കഴിയുന്നില്ല, പിന്നെയും അങ്ങ് ദുഃഖം വല്ലാതെ കയറുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, എവിടെയോ ഒരു ദുരാത്മാവ് കയറിയിട്ടുണ്ട്. വിശ്വാസികളുടെ പ്രാണനിലോ ശരീരത്തിലോ ദുരാത്മാക്കൾക്ക് കയറുവാൻ കഴിയും. അത് വേറൊരു സബ്ജക്റ്റാണ്, എനിക്ക് അവിടേക്ക് പോകാൻ കഴിയത്തില്ല. അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് കയറി പിശാച് കയറിയിരിക്കും. ഡിപ്രഷൻ, വല്ലാത്ത നിരാശ, നിങ്ങൾ അത് മുഖാന്തരം വാതിൽ തുറന്നു കൊടുക്കുകയാണെങ്കിൽ നിരാശയുടെ ഒരു ദുരാത്മാവ് കയറി അകത്ത് കയറിയിരിക്കും. അത് മനസ്സിലാക്കണം. നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല, വചനം പറഞ്ഞിട്ടും ജയിക്കാൻ കഴിയുന്നില്ല, ആരാധിച്ചിട്ടും അതിനെ ജയിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കണം, ഇറങ്ങിപ്പോ പിശാച് എന്ന് പറഞ്ഞു. ആ നിരാശയുടെ പിന്നിലുള്ള ദുരാത്മാവിനോട് കൽപ്പിക്കണം, വിട്ടുപോകാം. ഇനിയും വേറൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തില് മെനപ്പോസ് എന്ന് പറയുന്ന സമയം. 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇവരുടെ മന്ത്ലി പീരീഡ്സ് നിൽക്കും. നിന്നതിന് ശേഷമായിട്ട് ബോഡിയിൽ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കും. ആ മെനപ്പോസിന്റെ സമയത്തുണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ, ഞങ്ങൾക്കൊക്കെ ഭാഗികമാകുന്ന അറിവുകളേ ഉള്ളൂ, വൈദ്യശാസ്ത്രപരമായി തന്നെ സയന്റിഫിക് ആയിട്ട് തന്നെ അറിവുള്ള വിശ്വാസികളാകുന്ന ഡോക്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് തേടി അത്തരത്തിലുള്ള ഒരു മെനപ്പോസുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്രഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ മേൽ സൗഖ്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ മുഖാന്തരമായിട്ട് സ്ത്രീകളിലാണ് കൂടുതലും ഡിപ്രഷൻ വരുവാൻ സാധ്യതയുള്ളത്. ഇനിയും കോസസ് ഓഫ് ഡിപ്രഷൻ, എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സാധാരണ പൊതുവായിട്ടുള്ള കാരണങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല, ഒരു ലവ് ഒബ്ജക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. അതുമൂലം നമുക്കുണ്ടാകുന്ന ഒരു ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. നമുക്ക് ആഗ്രഹിച്ചൊരു കാര്യം സംഭവിച്ചില്ല. ഇനിയും അത് മുഖാന്തരം ഇനിയും ചിലത് ഒരാഘാതമാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഭർത്താവിൽ നിന്ന് അറിവ് ലഭിക്കുകയാണ്, ഭർത്താവ് 50 ലക്ഷം രൂപ കടമെടുത്തിരിക്കുന്നു. അതൊരു ആഘാതമാണ്. ആ ആഘാതം മുഖാന്തരം വേണമെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യത. ആ ആഘാതത്തെ ഉള്ളിലേക്ക് അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇനി ഞങ്ങൾ എങ്ങനെ ഈ 50 ലക്ഷം കൊടുത്തു തീർക്കും, മനസ്സിലേക്ക് അങ്ങ് സ്വീകരിക്കാമെന്നുണ്ടെങ്കിൽ ആ ആഘാതം മുഖാന്തരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്പൗസിന് വേറൊരു ബന്ധമുണ്ടെന്നുള്ള ഒരറിവ് പെട്ടെന്ന് കിട്ടുന്നു, അതൊരാഘാതമാണ്. ആ ആഘാതം മുഖാന്തരം ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാരണം എന്തുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നു, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞവരെന്ന് തോന്നുന്നു. നീണ്ട നാളുകൾ, അപ്പൊ അത് ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ്. വളർന്നു വരുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയുന്നത്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല കൊച്ചേ, കാണാനും കൊള്ളത്തില്ല, പഠിക്കാനും കൊള്ളത്തില്ല. ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമായിരുന്നു, നിന്നെ ഒന്നിനും കൊള്ളില്ല കൊച്ചേ. അത് മുഖാന്തരം ബാല്യകാലത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്താരീതി വരികയുണ്ടായി, ഒരു തോട്ട് പാറ്റേൺ വരികയുണ്ടായി, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയും, വില കുറഞ്ഞവരായിട്ട് നിങ്ങളെ കാണുന്നു. അത് നീണ്ട നാളുകൾ തുടരുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്.
രോഗങ്ങൾ മുഖാന്തരം ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നീണ്ട നാളുകളായിട്ട് സൗഖ്യം ലഭിക്കുന്നില്ല, കിടപ്പ് രോഗിയായി പോവുകയാണ്. ചിലപ്പോൾ പരിണിതഫലം നിരാശയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. വേറൊന്നാണ്, തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ വരികയാണെങ്കിൽ അത് ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. തൈറോയിഡ് പോലെയുള്ള ചില രോഗങ്ങൾ വരികയാണെങ്കിൽ ബയോളജിക്കൽ മാൽഫങ്ഷൻ മൂലം അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ മാൽഫങ്ഷൻ മൂലമായിട്ട് തൈറോയിഡ് അതേപോലെയുള്ള ചില പ്രത്യേക ശരീരത്തിലുള്ള ചില ഗ്രന്ഥികൾക്ക് രോഗം വരികയാണെങ്കിൽ അത് മുഖാന്തരം ബയോളജിക്കൽ ഡിപ്രഷൻ ഉണ്ടാകും. അത് ഒരു മാനസിക ഡിപ്രഷൻ എന്ന് പറയാൻ ഒക്കത്തില്ല. മരുന്ന് കഴിച്ചാൽ അങ്ങ് മാറാനുള്ളതേ ഉള്ളൂ. അതൊരു ബയോളജിക്കലായിട്ടുള്ളൊരു ഡിപ്രഷനാണ്. അതിൻ്റെ പിന്നിലൊരു ഭൂതം കാണണമെന്നുമില്ല. അത് ശരീരഘടനയിൽ വന്നിരിക്കുന്ന ഒരു കേട് മുഖാന്തരമാണ് അത്തരത്തിലുള്ള ഒരു ബയോളജിക്കൽ ഡിപ്രഷൻ, ബയോളജിക്കൽ റീസൺസ് മൂലം, ശാരീരികമാകുന്ന ഒരു പ്രത്യേക രോഗം മൂലം, തൈറോയിഡ് പോലെയുള്ള ചില ഗ്ലാൻസിനുണ്ടായിരിക്കുന്ന രോഗങ്ങൾ മുഖാന്തരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനിയും വേറൊരു കാരണമാണ്, ഡിപ്രഷൻ ഉണ്ടാകാനുള്ള വേറൊരു കാരണമാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ലോസ്റ്റ് ഗോൾസ്. നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, ചില ഇടങ്ങളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. MBBS പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ കഴിഞ്ഞില്ല. MBBS പോകാൻ കഴിഞ്ഞില്ല, ഡോക്ടറാകാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ദൈവഭക്തനാകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയും ഇല്ല, അദ്ദേഹത്തിന് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങളിൽ ആ ലോസ്റ്റ് ഗോൾസ് ചിലപ്പോൾ നിങ്ങളിൽ നിരാശ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. സോ വിശകലനങ്ങൾക്ക് വിധേയമാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാരണങ്ങൾ മുഖാന്തരമായിട്ട് മറ്റേതെങ്കിലും നിലയിൽ ഇപ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന, ഡിപ്രഷന്റെ 3 ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവലിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കണം, യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഒരിക്കലും നിങ്ങൾ വിഷാദരോഗത്തിന് അടിമയായി തുടരരുത്. നിങ്ങൾക്കുള്ളതല്ല വിഷാദരോഗം. കർത്താവ് അതിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. മരണചിന്തകൾ ആരുടെയെങ്കിലും ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം, അവിടെ നമുക്ക് ഏലിയാവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. തണലിലിരുന്ന് പ്രവാചകൻ എന്ത് ചെയ്യാണ്? മരിപ്പാൻ ഇച്ഛിച്ചെന്ന്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇതിന് വേണേ വിശുദ്ധ ആത്മഹത്യ എന്ന് വിളിക്കുവാൻ കഴിയും. കർത്താവിനോട് പറയാണ്, നമ്മളെ അങ്ങ് എടുത്തുകൊള്ളണമേ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒത്തിരി ദൗത്യങ്ങളുണ്ടെന്ന്. സമയത്തിനു മുമ്പ് ഈ ഭൂമി വിട്ടു പോകരുത്. പ്രീമച്വർ ഡെത്ത് നിങ്ങൾക്കുള്ളതല്ല. സമയത്തിനു മുമ്പുള്ള മരണം അനുവദിക്കരുത്. അനേകരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുകയാണ്, സമയത്തിനു മുമ്പുള്ള മരണം. ഒരുപക്ഷെ അവർ തന്നെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും, മരിച്ചാൽ മതി, ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്. ഒരിക്കലും പറയരുത്. മരണം എന്നൊരു വാക്ക് ആവശ്യമില്ലാതെ നെഗറ്റീവായിട്ട് അത്തരത്തിൽ എടുക്കുക പോലും വരുത്. ഇതേ സാഹചര്യം ഇപ്പോൾ ഏലിയാവ് അനുഭവിക്കുന്നത് പോലെയുള്ള സാഹചര്യമാണ് അപ്പോസ്തലനാകുന്ന പൗലോസും ശീലാസും അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ അനുഭവിക്കുന്നത്. അവർ നേരിടുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ മരിക്കണമെന്ന് പറയുന്നുണ്ടോ? ഞങ്ങളെ അങ്ങ് വിളിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവർ 25-ാം വാക്യത്തിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പൊ വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാട. ഡിപ്രഷനെ ജയിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് സ്തുതി എന്ന മേലാട. ആരാധിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം, ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. ഒരിക്കലും
ഡിപ്രഷനെ നിങ്ങൾ അനുവദിക്കരുത്. ഇവിടെ ഏറ്റവും കാതലായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്, വികാരങ്ങളിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ ചിന്താരീതികൾക്ക് മാറ്റം ഉണ്ടാകണം. നല്ല ചിന്തകൾ ചിന്തിക്കാൻ തുടങ്ങണം. ചിന്തകൾക്ക് രൂപാന്തരീകരണം വരുത്തണം. തോട്ട് പാറ്റേൺസ്, ചിന്താരീതികൾക്ക് മാറ്റം കൊണ്ടുവരണം. ഡിപ്രഷന് കാര്യമായൊരു മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട പിശാചിന്റെ ആയുധം എന്ന് പറയുന്നത് ചിന്തകളാണ്. എനിക്കിനി രക്ഷയില്ല, ഞാനിനി നന്നാകത്തില്ല, ഞാൻ ഇപ്പം ഏലിയാവ് പറയുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും എൻ്റെ പിതാക്കന്മാരെക്കാട്ടിലും എനിക്ക് ഞാൻ മെച്ചമുള്ള വ്യക്തിയല്ല, ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ കട്ട് ചെയ്യണം. വചനപ്രകാരം ചിന്തിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ ആരാകുന്നു എന്നുള്ള വെളിപ്പാട് സ്വീകരിച്ച് ചിന്തകളെ രൂപാന്തരപ്പെടുത്തണം. ദൈവം വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. റിവൈവൽ നടക്കാൻ പോകുന്നു. ഓ ഹല്ലേലൂയ! എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. അവർക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നു. എൻ്റെ കൃഷിസ്ഥലം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കാൻ പോകുന്നു. ഞാനിനി 4 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാനിനി എപ്പോഴും അന്യഭാഷ പറയാൻ പോകുകയാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കണം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചോണം. നോ, ദൈവം വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. മിറക്കിൾ സംഭവിക്കാൻ പോകുകയാണ്. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതുപോലെ വഴികൾ തുറക്കപ്പെടാൻ പോകുകയാണ്. ചിന്തകൾക്കും സംസാരങ്ങൾക്കും മാറ്റം വരുത്തിക്കൊള്ളണം. നമ്മുടെ തലച്ചോറിൽ തന്നെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ഭർത്താവിനോട് നല്ല ബന്ധം, ഭാര്യയോട് നല്ല ബന്ധം, മക്കളോട് നല്ല ബന്ധം, പാസ്റ്ററോട് നല്ല ബന്ധം, നമ്മുടെ ബന്ധുക്കളോട് നല്ല ബന്ധം. തകർന്ന ബന്ധങ്ങൾ നിരാശ കൊണ്ടുവരും. തകർന്ന ബന്ധങ്ങൾ നിരാശ കൊണ്ടുവരും. ഒരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ നമുക്ക് ആളിനോട് കോപം തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, അനിഷ്ടം തോന്നുന്നു, നീരസം തോന്നുന്നു. ഓർത്തോണം, അപ്പോൾ തന്നെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷന് അത് തടസ്സമാണ്. ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എൻ്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു. എൻ്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു. അവർ ജോലിയിലായിരിക്കുന്നു, അവർ സന്തോഷത്തോടെ ആയിരിക്കുന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നു. നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു. നല്ല ബന്ധങ്ങൾ നമുക്ക് ആക്സിറ്റോസിന്റെ വർധനവിനെ കൊണ്ടുവരും, നല്ല സന്തോഷം കൊണ്ടുവരും. സെറോട്ടോണിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. ഗിവിങ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സെറോട്ടോണിനെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യമുള്ളവരായിരിക്കണം. ഒരു പണി ചെയ്തു തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കണം. അക്കംപ്ലിഷ് ഗോൾസ്. ഒരു പണി ചെയ്താൽ പൂർത്തീകരിക്കണം. അതിലൂടെയാണ് ഡോപ്പമൈൻ വർദ്ധിക്കുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം, ചിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കണം, കൂടെ ചിരിക്കണം. നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് തന്നെ അങ്ങ് ചിരിക്കണം. അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ എൻഡോർഫിൻ വർദ്ധിക്കും. ഇനിയും ഈ ഡിപ്രഷൻ ഉള്ളവർ, ഏതെങ്കിലും സ്ലൈറ്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെ ജയിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ എഴുതിയെടുത്തു. നിങ്ങൾ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, പരിഹാരം ശ്രദ്ധിക്കുവാൻ തുടങ്ങും. പരിഹാരത്തിലേക്ക് പ്രവേശിക്കണം. ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്, നോട്ട് ഓൺ പ്രോബ്ലംസ്. പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഉടനെ തന്നെ ചിന്തിക്കണം, എങ്ങനെ ഇത് പരിഹരിക്കാം. പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 2, നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഖേദങ്ങളും വിശ്വസ്തനാകുന്ന ഒരു ദൈവപൈതലിനോട് പങ്കുവയ്ക്കുവാൻ തയ്യാറാകുക. ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് ഡിപ്രഷനെ ജയിക്കുവാൻ കഴിയും. 3, സ്തുതി എന്ന മേലാട നിങ്ങൾ ധരിക്കുക. നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ഡിപ്രഷനെ ജയിക്കുവാൻ കഴിയും. 4, കൂടെ നിങ്ങൾ ചിരിക്കുക. സങ്കീർത്തനം 126:2 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് അവരുടെ വായിൽ ചിരി ഉണ്ടായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 126 സങ്കീർത്തനം 2 വാക്യത്തിൽ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും
ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. കൂടെ കൂടെ ചിരിക്കുക. അടുത്തത്, എല്ലാ ദിവസവും കൃത്യനിഷ്ഠയുള്ളവരായിരിക്കുക. സമയം വെറുതെ കളയരുത്. വെറുതെ കൂത്തിയിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, അടുത്ത 2 മണിക്കൂർ പ്രാർത്ഥിക്കണം. നിങ്ങളിപ്പം സഹോദരിമാരാണെങ്കിൽ അടുക്കളയിൽ പോകണം നിങ്ങൾക്ക്. അപ്പോൾ പ്രാർത്ഥനാ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രിയിലായിരിക്കും. എപ്പോഴാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥനാ സമയം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ രാവിലെ അടുക്കളയിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ചില കൺഫെഷൻസ് നടത്തിക്കൊണ്ട് ദൈവവചനം കൺഫസ് ചെയ്തുകൊണ്ട് അടുക്കളയിൽ പോകുന്നു, വർക്ക് തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ട്. രാവിലെ ഇത്ര സമയം വർക്ക് ചെയ്യുന്നു, വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ആ ദിവസത്തിൽ എന്തൊക്കെയാണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ള പ്ലാനിങ് ഉണ്ടാകും. സമയം വെറുതെ കളയരുത്. സമയം വെറുതെ കളഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ വരും, അത് ചിന്തിച്ചുകൊണ്ടിരിക്കും, നിരാശ കയറും. അനുവദിക്കരുത്. അടുത്തത്, നിങ്ങളുടെ ചിന്തകളെ പുതുക്കുക, നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവാൻ. മനസ്സെങ്ങനെ പുതുക്കുവാൻ കഴിയുന്നത്? ചിന്തകളെ പുതുക്കുന്നതിലൂടെയാണ് മനസ്സിനെ പുതുക്കുവാൻ കഴിയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. ഏറ്റവും അവസാനമായിട്ട് പ്രാർത്ഥിക്കുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കർത്താവേ ഇതിനെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കും, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ ജയിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ അതിന്റെ പരിഹാരങ്ങൾ പറയുന്നു. 1, നിങ്ങൾ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 2, നിങ്ങളുടെ വേദനകളും ഖേദങ്ങളും വിശ്വസ്തനാകുന്ന ഒരു ദൈവവിതലിനോട് പങ്കുവയ്ക്കുക. 3, സ്തുതി, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. 4, ചിരിക്കുവാൻ തയ്യാറാകുക, കൂടെ കൂടെ ചിരിക്കുവാൻ തയ്യാറാകുക. 5, ആ ദിവസത്തെ ക്രമപ്പെടുത്തുക. എന്ത് ആ ദിവസം ചെയ്യണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. അടുത്തത്, നിങ്ങളുടെ ചിന്തകളെ പുതുക്കുക. അടുത്തത്, ഏറ്റവും അവസാനമായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ പറയുന്ന ഈ പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ സ്ലൈറ്റ് ആയിട്ട് ചെറിയ നിലയിലുള്ള ഒരു സങ്കടവും ദുഃഖവും ഒക്കെ, ഒരു ചെറിയ നിരാശയുടെയൊക്കെ കാര്യമായിട്ട് കാണത്തില്ല, എന്നാൽ ചെറുതായിട്ടെങ്കിലും കാണും. അതുപോലും അനുവദിക്കരുത്. ദൈവമക്കൾ ഫുൾ സന്തോഷത്തിൽ ജീവിക്കേണ്ടവരാണ്. ഫുൾ ടൈം സന്തോഷത്തിൽ ജീവിക്കേണ്ടവരാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രാർത്ഥന, ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റു പറഞ്ഞു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും മ്യൂട്ടായിട്ട് തന്നെ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ കേൾക്കത്തക്കോണം പ്രാർത്ഥിച്ചാൽ മതി. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ എൻ്റെ മനസ്സിനെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വികാരങ്ങളിൽ സന്തോഷം തലപ്പത്ത് വരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ. ഞാൻ അറിയാതെ ദുഃഖത്തിന് കൂടുതൽ ഇടം കൊടുക്കുകയും അതു മുഖാന്തരം എന്നിൽ പ്രവേശിച്ചിരിക്കുന്ന നിരാശ, അങ്ങനെ നിരാശയെ ഞാൻ അനുവദിച്ചത് പാപമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് എന്നോട് യേശുവിൻ നാമത്തിൽ ക്ഷമിക്കണമേ. എൻ്റെ പിതാക്കന്മാരിൽ നിന്നോ മാതാക്കന്മാരിൽ നിന്നോ എന്നിലേക്ക് നിരാശ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനെ തിരസ്കരിച്ച് പുറത്താക്കുന്നു. യേശുവിൻ നാമത്തിൽ എൻ്റെ മനസ്സ് സൗഖ്യമാകട്ടെ. ബാല്യകാല സംഭവങ്ങൾ മൂലം എന്നിൽ നിരാശ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ വചനത്തിന്റെ വെളിപ്പാട് സ്വീകരിച്ച് ഞാൻ ആ നിരാശയെ സൗഖ്യമാക്കുന്നു, പുറത്താക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾ മുഖാന്തരം എന്നിൽ നിരാശ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ
യേശുവേ, ഞാനിപ്പോൾ മാനസാന്തരപ്പെടുന്നു. അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആ നിരാശ എന്നെ വിട്ട് പുറത്തു പോകട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ നിരാശയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളോട് ഞാനിപ്പോൾ കൽപ്പിക്കുകയാണ്. നിരാശയോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഉറക്കമില്ലായ്മ, ദുഃഖം, സ്വയസഹതാപം, വെറുപ്പ്, ഹൃദയ തകർച്ച, മരണചിന്ത, ആന്തരിക ഭാരം തുടങ്ങിയ ദുരാത്മാക്കളോട് ഞാനിപ്പോൾ കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ വിട്ട് പുറത്തുപോക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ പ്രാണനെ സൗഖ്യമാക്കുന്നു. എൻ്റെ വികാരങ്ങളെ സൗഖ്യമാക്കുന്നു. എൻ്റെ വികാരങ്ങളിൽ തലപ്പത്ത് സന്തോഷം ഇപ്പോൾ വരട്ടെ. സന്തോഷമുള്ള വ്യക്തിയായി ഞാൻ ജീവിക്കുമെന്ന് യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. സകല നിരാശയുടെ ദുരാത്മാക്കളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ സന്തോഷത്താൽ നിറയട്ടെ. അവരുടെ വികാരങ്ങളുടെ തലപ്പത്ത് സന്തോഷം വരട്ടെ. സന്തോഷത്തിന്റെ അധീനതയിൽ മറ്റു വികാരങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ പ്രാണൻ സൗഖ്യമുള്ളതായി തീരട്ടെ. അത്ഭുതം അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട, സാധാരണ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു സംഘർഷമാണ് വ്യാകുലത എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. 3 കാര്യങ്ങൾ അതിന്റെ കീഴിലുണ്ട്. 1 ആകുലത, 2 ഭയം, 3 വെപ്രാളം. ഈ 3 കാര്യങ്ങൾ ആങ്സൈറ്റി ഡിസോർഡറിന്റെ കീഴിൽ വരുന്നതാണ്. എന്നാൽ ആകുലത പൊതുവായിട്ട് എല്ലാവരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ്. ആകുലത, ഭയവും ചിലർക്ക് ഭയത്തിന്റെ അൺഹെൽത്തി ഫിയർ, അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ചിലരുണ്ട്. പാനിക് അധികം പേർക്ക് കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പാനിക് ഇന്നത്തെ സമൂഹത്തിൽ ഈ ജോലിക്കാരുടെ ഇടയിലെല്ലാം വെപ്രാളം എന്ന് പറയുന്ന രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം സൈക്കാട്രിക് രോഗങ്ങളാണ്. അതിൽ ആകുലത നമ്മളെല്ലാം നേരിടുന്ന ഒരു കാര്യമാണ് ആകുലത എന്ന് പറയുന്നത്. ആകുലത എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്. ആകുലത എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്. മുന്നിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ എന്തായി തീരും. ഈ ആകുലത എന്ന് പറയുന്നത് മുഴുവൻ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആകുലത എന്ന് പറയുന്നത് നമ്മളാരും യേശു ക്രിസ്തുവിനെ മടങ്ങി വരവ് വൈകുന്നതിനെ ചൊല്ലി ആകുലപ്പെടാറില്ല. നമ്മളാരും സ്വർഗത്തിൽ എനിക്ക് പോകാൻ ഒക്കുന്നില്ലല്ലോ സമയം, അല്ലെങ്കിൽ ആ നിലയിൽ ആത്മീക കാര്യങ്ങളെ ചൊല്ലി അധികം നമ്മൾ വ്യാകുലപ്പെടാറില്ല. വ്യാകുലത എടുക്കുകയാണെങ്കിൽ വ്യാകുലതകൾ മുഴുവൻ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ചില വാക്യങ്ങൾ വായിക്കുന്നു. സദൃശവാക്യം അതിൻ്റെ 12-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. 1 പത്രോസ് അതിൻ്റെ 5-ാമത്തെ അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും
നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആകുലത, ഹൃദയത്തിൽ ആകുലത അനുവദിക്കരുത്. ആകുലത എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിന്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും ആ ഒരു കാര്യത്തെ ചൊല്ലി വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു മറിയയുടെയും മാർത്തയുടെയും വീട്ടിൽ ചെന്ന സന്ദർഭത്തില് 10-ാമത്തെ അധ്യായത്തിൽ മാർത്തയെ നമുക്ക് ആകുലതയുള്ളവളായി കാണുവാൻ കഴിയുന്നുണ്ട്. 40-ാമത്തെ വാക്യത്തിൽ മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. യേശുവിന് ഭക്ഷണം ഉണ്ടാക്കുക എന്നതല്ല മാർത്തയുടെ ഇപ്പോഴത്തെ പ്രശ്നം. യേശു പറയുന്നത് നിന്റെ സ്വഭാവം അതാ, നിന്റെ പ്രകൃതം അങ്ങനായി തീർന്നിരിക്കുകയാണ്. ഏത് ചെറിയ കാര്യത്തെ ചൊല്ലിയും നിനക്ക് ഇപ്പോൾ വ്യാകുലത ഉണ്ടാകുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. മറിയ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? മറിയ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ അരികിൽ ഇരിക്കുകയാണ്. ഇരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തിനെ കാണിക്കുന്നു? സ്വസ്ഥതയെ കാണിക്കുന്നു, റെസ്റ്റിനെ കാണിക്കുകയാണ്. മാർത്ത എന്ന് പറയുന്ന വ്യക്തി അടുക്കളയിൽ പണിയെടുത്ത് വ്യാകുലപ്പെടുകയാണ്. മാർത്തയും എന്താണ് ചെയ്യേണ്ടത്? യേശുവിന്റെ അരികിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്യേണ്ടത്, സ്വസ്ഥത അനുഭവിക്കും. ആ സിറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്വസ്ഥതയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ പല ദൗത്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും ചിലർക്ക് വ്യാകുലത ഉണ്ടാകാറുണ്ട്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വസ്ഥതയെ സ്വീകരിക്കണം. ഹൃദയത്തിലേക്ക് സ്വസ്ഥതയെ സ്വീകരിക്കണം. ഭാവിയെ നോക്കുമ്പോൾ, കുട്ടികളെ നോക്കുമ്പോൾ, വിദ്യാഭ്യാസം, അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കുമ്പോൾ നല്ല സ്വസ്ഥതയുള്ളവരായിരിക്കണം. കർത്താവിൽ ആശ്രയിക്കണം, പ്രാർത്ഥിക്കണം, നല്ല സ്വസ്ഥതയുള്ളവരായിരിക്കണം. ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. എന്നാൽ പകരം നമ്മൾ ആകുലപ്പെടുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും, മനസ്സിന്റെ ഗുണമേന്മ നഷ്ടപ്പെടും. ആ ആകുലത മുഖാന്തരമായിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് പോലും നമ്മൾ എന്തിനെ ചൊല്ലിയാണ് ആകുലപ്പെടുന്നത്, ആ മേഖലയിൽ കേടുവരുവാനും സാധ്യതയുണ്ട്. വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ആകുലതയെ തകർക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് വിശ്വസിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നു. ഞാൻ 32 വർഷമായിട്ട് പ്രസംഗിക്കുന്നു. ഏകദേശം 28 വർഷങ്ങൾക്ക് മുന്നമെയാണ് വിവാഹം കഴിച്ചത്. അപ്പൊ കുട്ടികളെ ചൊല്ലിയുള്ള ആകുലതകൾ ഒന്നും ഞാൻ അനുവദിക്കുകയില്ലായിരുന്നു. ആദ്യ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ കയറി വരുമായിരുന്നു, അനുവദിക്കുകയില്ലായിരുന്നു. അങ്ങനെ ആകുലത ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ മൂത്ത മകളുടെ വിവാഹം നടക്കുകയുണ്ടായി. ഒന്നിനെ കുറിച്ച് വ്യാകുലതയില്ലായിരുന്നു. ആ കുട്ടികളുടെ വിവാഹം എങ്ങനെ നടക്കും? ഒരു വ്യാകുലതയില്ല. അവർ രണ്ടുപേരും പഠിച്ചു, അവർ രണ്ടുപേർക്കും ഇപ്പോൾ ജോലിയുണ്ട്. അവരെ ജോലിക്ക് വിടണമെന്നുള്ള ആഗ്രഹമായിരുന്നില്ല, എന്നാൽ കർത്താവിനാൽ സംഭവിച്ചൊരു അത്ഭുതമാണ്. അപ്പോൾ ഒന്നിനെ കുറിച്ച് നമുക്ക് ആകുലതയില്ലായിരുന്നു. 28 വർഷം ആകുലതയില്ലാത്തൊരു ജീവിതമാണ് നയിച്ചത്. സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് ആകുലതയില്ലായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം പറഞ്ഞ കാര്യം ചെയ്തു. കൃത്യ സമയങ്ങളിൽ ഓരോ കാര്യങ്ങളും കർത്താവ് നടത്തി. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമാണ്, മാന്യമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമാണ്. എന്നെ പോലെ ഒരാളിന്, സേവിങ് ഇല്ലാത്ത ഒരാളിന്, സാമ്പത്തികം കുട്ടി വളരുന്ന സമയത്ത്, കുട്ടി വളരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നത് നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ അന്ന് കഴിഞ്ഞില്ല. അങ്ങനെ പ്രത്യേക നിക്ഷേപങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ മകളുടെ വിവാഹം 1 രൂപ ആരോടും ചോദിക്കാതെ, ഒരു കടവുമില്ലാതെ അത് നടന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ഞങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളോട് സാക്ഷി പറയാൻ വേണ്ടിയാണ്. നിങ്ങളും വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആകുലത ഇല്ലാത്തൊരു ജീവിതം നയിക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഈ മേഖലയിൽ ആരെങ്കിലും സംഘർഷം അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് യേശുവിൻ നാമത്തിൽ ആകുലത നിങ്ങളെ വിട്ടുപോട്ടെ. യേശുവിൻ നാമത്തിൽ ആകുലത വിട്ടുപോട്ടെ. ആകുലതയില്ലാതെ, ചിന്താകുലതയില്ലാതെ, ഭാരങ്ങളില്ലാതെ, വ്യാകുലതയില്ലാതെ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഭാരങ്ങൾ, ഇപ്പൊ ഭർത്താവിനെ കുറിച്ച് പുള്ളി പ്രാർത്ഥനാ മനുഷ്യൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, മക്കളെ ചൊല്ലി അവർ അനുസരിക്കുന്നില്ല, തെറ്റായ വഴികളിൽ പോകുന്നു, അതെല്ലാം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനമാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം വ്യാകുലപ്പെടരുത്, വിശ്വസിക്കണം. മർക്കോസ് 11:23 പറയുന്നത് പോലെ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. വിശ്വസിച്ചാൽ മാത്രം മതി, കർത്താവ് അത്ഭുതം ചെയ്യും. രണ്ടാമത് ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ഭയം, അത് യവനായ ഭാഷയിൽ ഫോബിയ എന്ന് പറയുന്ന ഒരു വലിയ സൈക്കാട്രിക് രോഗമാണ്. അൺഹെൽത്തി ഫിയർ. ഫിയർ നമുക്ക് ആവശ്യമാണ്, ഫിയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതിന് ഹെൽത്തി, ആരോഗ്യപരമാകുന്ന ഭയം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് അൺഹെൽത്തി ആയി തീരുമ്പോൾ അത് രോഗമായി തീരും. പലർക്കും പലതിനെയും ഭയമാണ്. യാത്ര ചെയ്യുവാൻ ഭയമുള്ളവരുണ്ട്, വിമാനത്തെ കയറാൻ ഭയമുള്ളവരുണ്ട്, ട്രെയിനെ കയറാൻ ഭയമുള്ളവരുണ്ട്, പാമ്പിനെ ഭയമുള്ളവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമാകുന്ന ഭയങ്ങൾ, ഒരുപാട് ഭയങ്ങളുണ്ട്. വൈദ്യശാസ്ത്രം പറയുന്നത് ഏതാണ്ട് 500-ലധികം വിവിധ നിലകളിലുള്ള ഭയങ്ങളുണ്ട് എന്നാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഭയം ഒരു രോഗമായിട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭയം മൂലം അനേകം സൈക്കാട്രിക് രോഗങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബൈപോളാർ ഡിസോർഡർ, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതെല്ലാം ഭയവുമായിട്ടുള്ള റിലേറ്റഡ് ആണ്. ഡിസോസിയേഷൻ, ഇങ്ങനെ തുടങ്ങിയുള്ള വ്യത്യസ്തമാകുന്ന ഭയങ്ങൾ, വ്യത്യസ്തമാകുന്ന രോഗങ്ങൾ ഭയം മുഖാന്തരം ഉണ്ടാകുന്നു എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ പ്രധാനമായും 3 ഭയങ്ങളെ കുറിച്ചാണ് പറയുന്നത്: മനുഷ്യഭയം, പിശാചിനെ ഭയം, മരണഭയം. ഈ 3 ഭയങ്ങളെയും യേശു കാൽവറി ക്രൂശിൽ തകർത്തിരിക്കുന്നതിനാൽ ഭയത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയും. അതിനാണ് കർത്താവ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് സന്ദേശം നൽകിയിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭയപ്പെടേണ്ട എന്നുള്ള ആ വചനം ആവർത്തിച്ച് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ഇനി ആരെങ്കിലും പാനിക് ഡിസോർഡർ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വെപ്രാളം, ഹാർട്ട് ബീറ്റ് കൂടും, ഹൃദയസ്പന്ദനം വർദ്ധിക്കുകയാണ്, നെഞ്ചിലും വയറ്റിലും പെട്ടെന്ന് വേദന ഉണ്ടാകുന്നു. ഈ പാനിക് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചിലർക്ക് ശ്വാസതടസ്സം ഉണ്ടാകും, ശ്വസിക്കുവാൻ കഴിയത്തില്ല. അത് മുഖാന്തരം ചിലർക്ക് പെട്ടെന്ന് തന്നെ തലകറക്കമുണ്ടാകും. ചിലരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവരുടെ ശരീരം മുഴുവൻ വിയർക്കും. ഇങ്ങനെയുള്ള വ്യത്യസ്തമാകുന്ന അടയാളങ്ങൾ പാനിക് ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ആ നിലയിലുള്ള വെപ്രാളത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും അമിതമാകുന്ന വ്യാകുലതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ വ്യാകുലത അവരെ വിട്ടുപോകട്ടെ. വ്യാകുലത ഇല്ലാത്തൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് അവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും കാരണത്തെ ചൊല്ലി ഇവർക്ക് അൺഹെൽത്തി, ആമേൻ, ഈ പ്രിയപ്പെട്ടവർക്ക് അൺഹെൽത്തി ഫിയർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ അൺഹെൽത്തി ഫിയർ അവരെ വിട്ടുപോകട്ടെ. രാത്രിയെ ഭയപ്പെടുന്നവർ, ഇരുട്ടിനെ ഭയപ്പെടുന്നവർ, രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുവാൻ ഭയമുള്ളവർ, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ട് കൊണ്ട് കിടന്ന് ഉറങ്ങുന്നവർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് വിടുവിക്കപ്പെടട്ടെ. ചിലരുണ്ട് രാത്രിയിൽ ലൈറ്റ് ഇട്ടുകൊണ്ടാ കിടന്നുറങ്ങുന്നത്. ഒരിക്കലും ഉറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ടുകൊണ്ട് ഉറങ്ങരുത്. ഉറക്കത്തിന് ഇരുട്ടാവശ്യമാണ്. ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലൊരു ഉറങ്ങുവാൻ വേണ്ടിയുള്ളൊരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല ഇരുട്ടുണ്ടാകേണ്ടത് ആവശ്യമാണ്. ചിലർ ഭയം മുഖാന്തരമായിട്ട് ലൈറ്റ് ഇട്ടുകൊണ്ട് ഉറങ്ങുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഭയം അവരെ വിട്ടുപോകട്ടെ. പാനിക് ഡിസോർഡർ അതിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില സന്ദർഭത്തിൽ പെട്ടെന്ന് പാനിക് ഉണ്ടാകുന്നു. യേശുവിൻ നാമത്തിൽ സകല പാനിക്കിന്റെയും വേരുകൾ
ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി പല മേഖലകളുണ്ട്, അതൊന്നും നമുക്ക് അധികം വിശദീകരിക്കാൻ കഴിയത്തില്ല. ആന്തരിക മുറിവുകളുമായി ബന്ധപ്പെട്ട് കോപമുണ്ട്, അസൂയ, കുശുമ്പുണ്ട്, ലൈംഗികമാകുന്ന പാപങ്ങളുണ്ട്. അതെല്ലാം ആന്തരിക മുറിവുകളിൽ നിന്ന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇൻഫീരിയോറിറ്റി ഉണ്ട്, അപകർഷതയുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധമില്ലായ്മയുണ്ട്. ഇത്തരത്തിലുള്ള പല ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കടുത്ത സാഡ്നെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സ്വയ വെറുപ്പുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമാകുന്ന ആന്തരിക സംഘർഷങ്ങളിലൂടെ, ആന്തരിക മുറിവുകളുടെ ഫലമായിട്ട് ആന്തരിക സംഘർഷങ്ങളുടെ ചില പ്രകടനങ്ങളാണ് ഈ പറഞ്ഞ പേരുകൾ. അതുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ മേഖലയിലെല്ലാം കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകി തരട്ടെ. ഇനി ഞാനൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. ഇന്നത്തെ സമയം നമുക്ക് തീരാൻ പോകുകയാണല്ലോ. ഒരാന്തരിക സൗഖ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് 2 പ്രധാനപ്പെട്ട താക്കോലുകളുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ആന്തരിക സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും? ആന്തരിക സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള 2 പ്രധാനപ്പെട്ട താക്കോൽ. അതിൽ ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക. മനസ്സിന് മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആന്തരിക സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോലാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത അല്ലെങ്കിൽ ഖേദം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. മാനസാന്തരം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ മനസ്സിൽ സംഭവിക്കുകയാണ്. നമ്മുടെ പഴയ രീതികൾക്കും പഴയ സ്വഭാവങ്ങൾക്കുമെല്ലാം മാറ്റം വരുത്തുന്ന ഒരു അത്ഭുതമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരത്തിൽ മനസ്സിന് മാറ്റം, ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുകയാണ്, എനിക്ക് ഡിപ്രഷനുണ്ട്, എനിക്ക് വ്യാകുലതയുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഞാനത് മാറ്റുവാൻ തയ്യാറാകും. എൻ്റെ ചിന്തകൾ മുഴുവൻ നെഗറ്റീവാണ്, ഞാൻ അതിനെ പോസിറ്റീവ് ആക്കാൻ പോകുകയാണ്, ദൈവവചനപ്രകാരമാക്കുവാൻ പോകുകയാണ്. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കും. മനസ്സിനെ മാറ്റുന്ന ഈ മാനസാന്തരം എന്ന് പറയുന്ന ഈ അത്ഭുതം പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരാൾക്ക് സ്വയം മാനസാന്തരപ്പെടുവാൻ കഴിയില്ല. മാനസാന്തരം ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് ആ ദാനം നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളതിനാൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള പ്രാപ്തിയുണ്ട്. ഒരു വലിയ മാറ്റം മനസ്സിൽ സംഭവിക്കും. അങ്ങനെ ആ മാറ്റം സംഭവിക്കുന്ന സന്ദർഭത്തിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഒന്ന്, തെറ്റ് സമ്മതിക്കുവാൻ തയ്യാറാകണം. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വ്യാകുലത ഉണ്ടെങ്കിൽ, എനിക്ക് ഭയമുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് പാപം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് ഞാൻ സമ്മതിക്കുവാൻ തയ്യാറാകണം. ആ തെറ്റിന്റെ ഉടമസ്ഥത ഞാൻ ഏറ്റെടുക്കണം. മറ്റൊരാളെ ബ്ലെയിം ചെയ്യരുത്. ഞാൻ ചെയ്ത പാപത്തിന് അല്ലെങ്കിൽ എന്നിൽ വന്നുപോയ തെറ്റുകൾക്ക് ഞാൻ വേറൊരാളെ കുറ്റപ്പെടുത്തരുത്. ആ തെറ്റ് ഞാൻ സ്വയം സമ്മതിച്ച് അതിന്റെ ഉടമസ്ഥാവകാശം ഞാൻ ഏറ്റെടുക്കണം. അതാണ് മാനസാന്തരത്തിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, അങ്ങനെ ഞാൻ തെറ്റ് സമ്മതിച്ച് ഞാനത് അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഏറ്റുപറയുന്നു, കൺഫസ് ചെയ്യുന്നു. ഞാനത് കർത്താവിനോട് പറയുന്നു, ഞാനാണത് ചെയ്തത്, എനിക്ക് ആണ് ആ തെറ്റ് പറ്റിയത്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ തയ്യാറാകുന്നു. ഒരു ആന്തരിക സൗഖ്യം
സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണനിൽ രൂപാന്തരീകരണം സംഭവിക്കണം. പ്രാണനിൽ രൂപാന്തരീകരണം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് മാനസാന്തരം. വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു. ഇത് അവസാനിപ്പിക്കണം. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റെന്ത്? ഭർത്താവിൻ്റെ തെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, അത് ഭർത്താവ് പ്രാർത്ഥിച്ച് മനസ്സിലാക്കട്ടെ. നമ്മളതാരോടും പറയുകയും വേണ്ട. എൻ്റെ ഭാഗത്ത് വന്ന തെറ്റെന്താണ്? എനിക്കെങ്ങനെ ഇവിടെ മാറുവാൻ കഴിയും? ഭർത്താവ് എന്നോട് കോപിച്ചപ്പോൾ എനിക്കും കോപമുണ്ടായി. ഭർത്താവ് എന്നോട് കോപിക്കുമ്പോൾ എനിക്കെങ്ങനെ കോപിക്കാതിരിക്കുവാൻ കഴിയും? എൻ്റെ തെറ്റിവിടെ എന്താണ്? എനിക്കെങ്ങനെ മാറ്റം സംഭവിക്കും? ഈ ഒരു നിലവാരത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആന്തരിക സൗഖ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. വർഷങ്ങൾക്ക് മുന്നമേ കർത്താവ് ഞങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് വളരെ വിനയപരിസരം പറയട്ടെ, എനിക്കും എൻ്റെ വൈഫ് ഷീബയ്ക്കും ഞങ്ങൾക്ക് ഈ മേഖലയിൽ കർത്താവ് ഒരു വലിയ വെളിപ്പാട് നൽകി തന്നു. എൻ്റെ വൈഫ് ഷീബയ്ക്ക് എൻ്റെ അമ്മയുമായിട്ട് അഭിപ്രായ വ്യത്യാസം അടുക്കളയിലല്ലേ, അവരൊന്നിച്ച് അടുക്കളയിൽ നിൽക്കുന്നു. എത്ര വർഷമാണ്? 25 വർഷത്തോളം അവരൊന്നിച്ച് ജീവിച്ചു. 25 വർഷമല്ലേ? 25 വർഷത്തോളം എൻ്റെ അമ്മയോട് കൂടിയാണ്. 25 വർഷം. 2016 എൻ്റെ അമ്മ സ്വർഗത്തിലേക്ക് പോയത്. അപ്പൊ 25 വർഷത്തോളം ജീവിച്ചു. അപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്നുണ്ടേ എൻ്റെ ഷീബയുടെ മുഖം കണ്ടാൽ അറിയാം മുഴുവൻ വീർത്തിരിക്കുകയാണ്, വല്ലാതിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്, എൻ്റെ അമ്മയെക്കുറിച്ച് എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ അമ്മയ്ക്കും കേടുവരരുത്, എൻ്റെ ഭാര്യയ്ക്കും കേടുവരരുത്. അവിടെ ഞാൻ ജ്ഞാനം ഉപയോഗിക്കും, വിവേകം ഉപയോഗിച്ചതിന് ശേഷം, ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിന് ഷീബയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, അമ്മയുടെ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ തെറ്റുകളെ കണ്ടെത്തിയിട്ട് നമുക്കെങ്ങനെ ഇവിടെ വളരാൻ കഴിയും, നമുക്ക് എങ്ങനെ ആന്തരിക മുറിവുകൾ ഉണ്ടാകാത്ത നിലയിൽ വളരുവാൻ കഴിയും. ഒരു സ്വന്തം തെറ്റുകളെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ഇരുവരും ഇന്നും ഞങ്ങളുടെ സമീപനം അതാണ്. ഞങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകളൊന്നും ഉണ്ടാകാറില്ല. ഇപ്പം അങ്ങനെ എന്തെങ്കിലും നേരത്തെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എനിക്കെവിടെയാണ് തെറ്റുപറ്റിയത്? ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുകയില്ല, ഭാര്യ എന്നെ കുറ്റപ്പെടുത്തുകയില്ല. അപ്പോൾ അവൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? ഈ നിലയിലുള്ള ഒരു സമീപനം വന്നു. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ ഭർത്താവിന് അങ്ങനെ ഒരു സമീപനമില്ല, അതേ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭർത്താവിനെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് മാത്രമേ മനുഷ്യരെ മാറ്റാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കൊരിക്കലും ഉപദേശം കൊണ്ട് ഒരാളിനെ മാറ്റാൻ കഴിയത്തില്ല. ഞാൻ 1 മാസം മുഴുവൻ ആന്തരിക സൗഖ്യം പ്രസംഗിച്ചാലും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങളിത് കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇത് പ്രായോഗികമാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളിൽ മാറ്റം സംഭവിക്കത്തുള്ളൂ. അപ്പൊ ഒരു മനുഷ്യനും പ്രസംഗം കൊണ്ടോ ഉപദേശം കൊണ്ടോ വേറെ ഒരാളിനെ മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, എൻ്റെ ഭർത്താവിന് മാറ്റം വരുത്തണമേ. എനിക്ക് ഭർത്താവിൻ്റെ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് മാറ്റം ഉണ്ടാകണം. എനിക്കൊരു മാനസാന്തരം ഉണ്ടായി ഞാൻ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുമ്പോഴാണ് ക്ഷമിക്കാൻ കഴിയുന്നു, മുറിപ്പെടുത്തുന്ന സന്ദർഭത്തിലും സ്നേഹിക്കാൻ കഴിയുന്നു. എന്നെ തിരസ്കരിക്കുമ്പോഴും എനിക്ക് ഭർത്താവിനെ കരുതുവാൻ കഴിയുന്നു. എനിക്ക് ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ ഭർത്താവിന് മാറ്റം സംഭവിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവെ എൻ്റെ ഭർത്താവിനെ മാറ്റണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ ഈ സഹോദരിക്ക് ഓൾറെഡി മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവൾ യേശുവിനെ പോലെ ആയിരിക്കുന്നു. അങ്ങനെയുള്ള ആ സഹോദരിയുടെ ഭർത്താവിന് പരിശുദ്ധാത്മാവ് രൂപാന്തരീകരണം കൊണ്ടുവരും. അവിടെ മാനസാന്തരം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ടൂൾ ആന്തരിക സൗഖ്യത്തിന്റെ ഏറ്റവും വളരെ കീ ആയിട്ടുള്ള ഒരു ഫാക്ടറാകുന്നു. നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാനസാന്തരം, ഉടനടി മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. ജീവിതത്തിൽ എപ്പോൾ തെറ്റ് വന്നാലോ ഉടനടി മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക.
എല്ലാ ദിവസവും ആ ദിവസത്തെ വിശകലനം ചെയ്തിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ സംഭവിച്ചത് വിശകലനം ചെയ്യണം. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാകണം. മാനസാന്തരമാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ താക്കോൽ. ആന്തരിക സൗഖ്യം സ്വീകരിക്കുവാനുള്ള ഒന്നാമത്തെ താക്കോൽ മാനസാന്തരം. രണ്ടാമത്തെ താക്കോൽ ക്ഷമയാണ്, ഫോർഗീവ്നെസ് ആണ്. നിങ്ങൾ ആന്തരിക സൗഖ്യം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ താക്കോൽ ഫോർഗീവ്നെസ്. ഇതൊരു വളരെ വിശദമായി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഫോർഗീവ്നെസ്, ക്ഷമ, ആന്തരിക സൗഖ്യത്തിന്റെ മാനസാന്തരം, ക്ഷമ, ഈ രണ്ട് പ്രധാനപ്പെട്ട താക്കോലുകളാണ് ഒരു വ്യക്തിയിൽ സൗഖ്യം കൊണ്ടുവരുന്നത്. സൗഖ്യത്തിലേക്കുള്ള വാതിലാകുന്നു ക്ഷമ എന്ന് പറയുന്നത്. മത്തായി 18:21 മുതലുള്ള വാക്യങ്ങളിൽ ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21:19 നമുക്ക് ക്ഷമയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങളിൽ നമുക്ക് ക്ഷമയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി 18 നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആകുന്നു. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അങ്ങനെ എത്ര പ്രാവശ്യമൊന്നുമില്ല, 70 വട്ടം എന്നാണ്. അപ്പൊ പിന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. ക്ഷമയിൽ ജീവിക്കുവാൻ തയ്യാറാകണം. ഞാൻ ഇടയ്ക്ക് ഈ കുടുംബകാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ 25 വർഷമായിട്ട് എൻ്റെ മാതാപിതാക്കളോട് ജീവിച്ചു. അങ്ങനെ എല്ലാവരും വേണമെന്നില്ല. നിങ്ങൾക്ക് മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ കാര്യമാകുന്ന ഭിന്നതകൾ ഉണ്ടാകുന്നു. അതപ്പം മാറി താമസിക്കുന്നതിലൂടെയാണ് ആ സൗഖ്യം സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാറി താമസിക്കണം. അവിടെയൊക്കെ വേറെ ആരെയും അനുകരിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. അവരവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് അത് പ്രാർത്ഥിച്ച് അവരവർ മനസ്സിലാക്കിക്കോണം. ഇപ്പൊ ഇവിടെ അൺഫോർഗീവ്നെസ് തന്നെ ഈ ചിലരുണ്ട് നമ്മളെ നിരന്തരം മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു ഇരയായി തുടരേണ്ട കാര്യമില്ല. അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോകുന്നതാണ് നല്ലത്. എപ്പോ കണ്ടാലും നമ്മൾ ക്ഷമിക്കണം, വീണ്ടും ക്ഷമിക്കണം. പിന്നെ എന്നും നമ്മളിങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുവാൻ അവർക്ക് ഒരു ഇരയായി തീരേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെയും ദൈവം ഓരോരുത്തർക്കും ജ്ഞാനം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ക്ഷമ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട താക്കോലാകുന്നു. അൺഫോർഗീവ്നെസ് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ആന്തരിക സൗഖ്യം ആ വ്യക്തിക്ക് ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ആന്തരിക സൗഖ്യം ലഭിക്കും? ആന്തരിക സൗഖ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കീയാണ്, അതിന്റെ താക്കോലാണ് ക്ഷമയെന്ന് പറഞ്ഞത്. നമ്മൾ ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ അതുമൂലം കയ്പുണ്ടാകും, വെറുപ്പുണ്ടാകും, നീരസമുണ്ടാകും, മുഷിവുണ്ടാകും, അനിഷ്ടമുണ്ടാകും, അമർഷമുണ്ടാകും. യേശുക്രിസ്തുവിനെ നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്തൊരു വലിയ പ്രഖ്യാപനമാണ്! അത് വിശദീകരിക്കേണ്ടതാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു വിളിച്ചു പറയുകയാണ്, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മാനവകുലത്തിനും മുഴുവൻ ക്ഷമ കർത്താവ് വിളംബരം ചെയ്യുകയാണ്. മനുഷ്യകുലത്തോട് മുഴുവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അത്ര വലിയ ക്ഷമ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുവാൻ തയ്യാറാകണം. ക്ഷമയുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആമേൻ, നിങ്ങൾ ഉടനടി ക്ഷമിക്കുവാൻ തയ്യാറാകുക. നിങ്ങൾ നാണമില്ലാതെ ക്ഷമിക്കുവാൻ തയ്യാറാകുക. ആരോട് ക്ഷമ ചോദിക്കാൻ നാണിക്കേണ്ട കാര്യമില്ല. ഉടനടി ക്ഷമിക്കുവാൻ തയ്യാറാകുക. അൺഫോർഗീവ്നെസ് വെച്ചോണ്ടിരിക്കരുത്. ഇപ്പോൾ നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു, നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ നിമിഷത്തിൽ ആ ആളിനോട് ക്ഷമിക്കുക, വെച്ചോണ്ടിരിക്കരുത്. 2, നാണമില്ലാതെ ക്ഷമ ചോദിക്കാൻ തയ്യാറാകുക. നമ്മൾ വിചാരിക്കേടാ ഇയാളോട് ഞാൻ ക്ഷമ ചോദിക്കണോ? ക്ഷമ ചോദിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ നാണമില്ലാതെ ക്ഷമ ചോദിക്കാൻ, ലജ്ജിക്കാതെ ക്ഷമ ചോദിക്കാൻ തയ്യാറാകുക.
പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാൻ തയ്യാറാക്കുക. ക്ഷമ നടപ്പിലാക്കുമ്പോൾ 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ചിന്തയിൽ അവരെ പിന്നീട് നമ്മുടെ ചിന്തയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. ചിന്തയിൽ അവരെ പീഡിപ്പിക്കരുത്. ചിന്തിക്കുമ്പോൾ അവരെന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ചിന്ത വരരുത്. 2, സംസാരത്തിൽ ക്ഷമ നടപ്പിലാക്കണം. ചിന്തയിൽ ക്ഷമ നടപ്പിലാക്കണം, സംസാരത്തിൽ ക്ഷമ നടപ്പിലാക്കണം. പിന്നീട് അവരെ കുറിച്ച് വേറെ ആളുകളോട് സംസാരിക്കണം, അവൻ എന്നാലും ഗുണമില്ലാത്തവനാണ് എന്ന് പറയരുത്. ആ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് ഒന്നും പറയരുത്. സംസാരത്തിൽ ക്ഷമ നടപ്പിലാക്കണം. 3, പ്രവൃത്തിയിൽ ക്ഷമ നടപ്പിലാക്കണം. അയാൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ചെയ്തിരിക്കണം. അവൻ എന്നോട് അത് ചെയ്തതുകൊണ്ട് ഞാൻ അവൻ അത് ചെയ്യുകയില്ല എന്നൊരു തീരുമാനം ഉണ്ടാകരുത്. ചിന്തയിൽ ക്ഷമ നടപ്പിലാക്കണം, സംസാരത്തിൽ ക്ഷമ നടപ്പിലാക്കണം, പ്രവൃത്തിയിൽ ക്ഷമ നടപ്പിലാക്കണം. പത്ത് മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നാളത്തെ അവസാന ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. നാളെ കുറച്ച് സമയം കൂടെ കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ വേർതിരിക്കും. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ നമുക്ക് പൊതുവായിട്ട് പ്രാർത്ഥിക്കാം. ഈ കേൾക്കപ്പെട്ട ഈ ഭാഗങ്ങളെല്ലാം വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിങ്ങൾ തന്നെ കണ്ണടച്ചെന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങൾക്ക് അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ അവരുടെ മുഖമൊക്കെ ഇപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വരും. ചിലരുടെ പേരുകൾ നിങ്ങളുടെ ഉള്ളിൽ വരും. അപ്പൊ അവരോട് ക്ഷമ ചോദിക്കുവാനുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ക്ഷമ ചോദിക്കുക. നാണമില്ലാതെ ക്ഷമ ചോദിക്കുക. നിന്റെ വിടുതലിന് വേണ്ടിയാണ്, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരും. ആരോടെങ്കിലും ക്ഷമിക്കാണെങ്കിൽ ഇപ്പൊ ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പ് വരും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് വരും. അത് എഴുതി വെക്കുക. ഇന്ന ആളിനോട് എനിക്ക് ക്ഷമിക്കാനുണ്ടെന്നുള്ളത് സമ്മതിക്കുക. അതല്ലാതെ ചോദിക്കാതെ തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ ക്ഷമിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയിൽ ക്ഷമിക്കുക. മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. സ്വന്തം തെറ്റുകളെ കണ്ടെത്തുക. ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിന്റെ ഏറ്റവും വലിയ കീയാണ് സ്വന്തം തെറ്റുകളെ കണ്ടെത്തുക. Thank you, Jesus. Hallelujah. Masata filaka to farasibetilika. Rutifisika to veniga faka bosvitin manasifitil barasifitiliriantuba. Rofiletil marvesitu minus velka to basini takashparatini. Thank you, Lord Jesus. Hallelujah. Rebecca Shufitella Ramoho Sabitini Riantu Fasani. Laturi because the Borova Sikata Maneriantu Fasanatikal. ആമേൻ. നാളത്തെ സെഷനിൽ വന്നെത്തുന്നതിന് മുന്നമേ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യുക. ഒരു പരിശോധന നടത്തിയിട്ട് ആരോടൊക്കെ ക്ഷമിക്കാനുണ്ട് അവരുടെ എല്ലാം ഒന്ന് പേരെഴുതി വെച്ചതിന് ശേഷം ക്ഷമ നടപ്പിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ചിലരോടൊക്കെ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ചിന്തയിൽ ആ ക്ഷമ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? വാക്കുകളിൽ ആ ക്ഷമ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രവൃത്തിയിൽ ആ ക്ഷമ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ കൃപ ചോദിക്കുക. അവിടെ ഒരു പ്രത്യേക സ്നാനമുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. എന്നാൽ വേറൊരു പ്രത്യേക സ്നാനമുണ്ട്. സ്നേഹത്തിന്റെ സ്നാനം എന്നാണ് പറയുന്നത്. ബാപ്റ്റിസം വിത്ത് ലവ്, സ്നേഹത്തിന്റെ സ്നാനം. അത് 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്ന ആ സ്നാനമാണ്, സ്നേഹത്തിന്റെ സ്നാനം. ആ സ്നേഹത്തിന്റെ സ്നാനം ലഭിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്താരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയോട് ചോദിക്കും, കൈ വേദനിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്ക് വളരുവാൻ കഴിയും. നമ്മൾ ആരെങ്കിലും ആ നിലവാരത്തിൽ എത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തിപരമായി ഞാൻ ഉൾപ്പെടെ നമുക്കിപ്പോഴും പകയും വിരോധവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ കൈകൾ ആണി കൊണ്ട് അടിച്ചിറക്കുമ്പോൾ അവരോട് വല്ല പക തോന്നി? ഇല്ല, കർത്താവിന് യാതൊരു പകയുമില്ല. അവർ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോ കർത്താവ് പറഞ്ഞു,
ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇല്ല. ഇതെല്ലാം അനുഭവിച്ചിട്ട് കർത്താവ് കാൽവറിയിൽ പറയുന്നത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിച്ചുകൊണ്ടുള്ള യേശുവിന്റെ പ്രാർത്ഥനയും സഹിച്ചുകൊണ്ടുള്ള യേശുവിന്റെ മരണവും നമുക്ക് മാതൃകയാണ്. ആ നിലവാരം വരെ എത്തണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതൊരു യാത്രയാണ്. ഇന്നിപ്പോ ഉടനടി അത് സംഭവിക്കണമെന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നമുക്കൊരു കാര്യം ചോദിക്കാൻ ഒക്കും. കർത്താവേ, 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ ആ സ്നാനം എനിക്ക് നൽകി തരൂ. യേശുവെ, ഞാൻ അത് ആഗ്രഹിക്കുന്നു. ബാപ്റ്റിസം വിത്ത് ലവ്. ആ സ്നേഹത്തിന്റെ സ്നാനം എനിക്ക് നൽകി തരൂ. എനിക്ക് യേശുവിനെ പോലെ ആകണം. അതിനെനിക്ക് ആ സ്നേഹത്തിന്റെ സ്നാനം എനിക്ക് നൽകി തരുമോ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് നൽകി തരാൻ വിശ്വസ്തനാണ്. നമ്മളെ ഉപദ്രവിക്കുന്ന സകലരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് അന്യഭാഷയിൽ സംസാരിച്ച്